Cheers. ഇവന്മാരിതെന്ത് ഉറക്കമാണ്, ഇത് എഴുന്നേറ്റില്ല ഇതുവരെ. റോയ്, ഹരി, എഴുന്നേക്കട, സമയം 11 റോയ് ഡാ, റോയ് ഡാ, എഴുന്നേക്കടാ. ഇതും കൂടി അങ്ങ് ഇറക്ക്. ഇനി ഒരു തുള്ളി കയറൂല. പിന്നെ ഞാൻ കാലത്ത് നിനക്ക് മദ്യം തന്ന് സൽക്കരിക്കാൻ പോവല്ലേ? കട്ടൻ ചായയാണ്. കമോൺ, ഇതെടുത്ത് മോന്തിയെ. കം ഗെറ്റ് അപ്പ്, കം. രാവിലെ തന്നെ ചൊവ്വാദോഷക്കാരൻ്റെ ചായ വാങ്ങിച്ചു കുടിച്ചു കഴിഞ്ഞാൽ വല്ല ദോഷം വരുവിനെ നമുക്ക്. ചൊവ്വാദോഷം എന്താ ഡ്രൈവർ? ചൊറിയല്ലേ? ഇന്ത്യക്കാരൻ്റെ വണ്ടി ചൊവ്വയിലെത്തി, എന്നിട്ടാണ് നീ ഇവിടെ ദോഷം പറഞ്ഞുകൊണ്ടിരിക്കണേ. വാനെടുത്ത് കുടിയടാ. വേണ്ട, അവിവാഹിതൻ്റെ ദുഃഖം രാവിലെ അണപൊട്ടണ്ട. അവിടെടാ. ഹരിയുടെ ഭാര്യ. നീ അവനെ കൊടുത്തേ. ദേ നിന്റെ ആ സെക്രട്ടറി ആൻ വിളിക്കണം. മൈ ഗോഡ്. Hi, Anne, darling. How are you? Why you are calling so early? ഏത് ആൻ? നിങ്ങളുടെ ഓഫീസിലാ ഫിലിപ്പിനെ പെണ്ണോ? അപ്പൊ രാവിലെ തന്നെ അവളെ ഓർത്തിരിക്കുകയാണല്ലേ? ഒരു കാര്യം ചെയ്യേ, ഇനി ഇങ്ങോട്ട് വരണ്ട, അവളുടെ കൂടെ പോയി ഓ കുടിക്കോ. പ്രിയ, ഒന്ന് തെറി നിർത്ത്, ഞാൻ അവൻ്റെ കൊടുക്കാം. അയ്യോ, ഇത് സാറായിരുന്നോ? സാറിപ്പോ മിമിക്രി എന്റെ അടുത്തും തുടങ്ങിയോ? ഇതുവരെ സ്റ്റേജിൽ മാത്രം സഹിച്ചാ മതിയായിരുന്നല്ലോ. ഇതൊക്കെ അച്ചായൻ്റെ ഒരു നമ്പറല്ലേ, ഞാൻ അവൻ്റെ കൊടുക്കാം. ഡാ എഴുന്നേക്ക്, എൻ്റെ ഭാര്യ വിളിക്കണം. Hi, dear. Good morning. ഗുഡ് മോർണിംഗ്. എന്താ വിളിച്ചേ? എന്തേ, എനിക്ക് വിളിച്ചൂടെ? ഇന്നൊരു ദിവസം പരോൾ വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ. ആയിക്കോട്ടെ, ഞാനേ ആകെ ചമ്മിയിരിക്കുക. എന്തുപറ്റി? അതാ മിമിക്രിക്കാരൻ റോയ് പറഞ്ഞുതരും. അല്ല, എപ്പോഴാ ഇനി ഇങ്ങോട്ട് എഴുന്നള്ളത്ത്? ഇതേ ഒരു കാര്യണ്ട്, പരോൾ വ്യവസ്ഥ ലംഘിക്കരുത്. അയ്യടാ, 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി എന്നെ വിളിക്കാവോ? ഇന്നത്തെ രാത്രിയിലെ കുടിയും കൂടെ കഴിഞ്ഞ് 4 കാലിൽ ഇങ്ങ് കേറി വരാ എന്നല്ലേ പ്ലാൻ? ഇന്നലെ എത്ര എണ്ണം തീർത്തു? ഇന്നലെ 1 2 3 3. ദൈവമേ, ഓരോരുത്തർ ഓരോ കുപ്പിയോ? ലിവർ അടിച്ചു പോകും കേട്ടോ. ഇല്ല മോളെ, വെറും 3 പെഗ്. ഓക്കെ ഓക്കെ, സൂസൻ പ്രസവം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരെ നിങ്ങൾക്ക് തോന്നിയ പോലെ വിളയാടാൻ ഒരു സ്ഥലമായല്ലോ. പഴയ കളിക്കൂട്ടുകാരെന്നും പറഞ്ഞ് നിങ്ങളുടെ ഈ കൂടലുണ്ടല്ലോ, ഭാര്യമാരായ ഞങ്ങൾക്കാ ടെൻഷൻ. ഓക്കെ ബൈ, എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കേ. ഞാൻ പറയാം. കുടുംബങ്ങളെക്കും ഞാൻ വിചാരിച്ച നീ ഫോണിൽ ആരെ വിളിക്കുന്നെന്ന് പോലും നോക്കാതെ ചക്കരെ വാവയെന്നൊക്കെ വിളിക്കുമെന്ന്. നിനക്കാ നേരത്ത് മിമിക്രിയുടെ ഒരു നമ്പർ ഇടാൻ തോന്നി, നന്നായി. അല്ലെങ്കിൽ ആകെ കൊളവായനെ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എൻ്റെ മോനെ. വിശന്ന് പൊരിഞ്ഞിട്ട് പോയിടാ. രഞ്ജു, നിന്റെ കൈപ്പുണ്ണി അറിഞ്ഞിട്ട് എത്ര കാലയിടാ? നീ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിത്താടാ പ്ലീസ്. പിന്നെ ഞാൻ ആരടാ, നിന്റെ കുശിനിക്കാരനോ? ചക്കര ഞങ്ങൾക്കത് അറിയാൻ പാടില്ലാത്തോട്ടല്ലടാ. ഭായ്മാരണ്ടുപേരും പല്ലേച്ചിട്ടില്ലല്ലോ. പോയി പല്ലേച്ച് വന്ന് സവാള അരിഞ്ഞെന്നാൽ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി തരാം. ഓക്കെ. ഈ ഉള്ളിയെ സൃഷ്ടിച്ച ദൈവം പെണ്ണായിട്ടാണ് തോന്നണേ. എന്താടാ? ഹേയ്, ഇതുമായിട്ട് തൊട്ടാണ്ടല്ല, അപ്പൊ പിന്നെ കരയാണ്ട് ഒരു മാർഗമില്ല. പെൺ ഗുണമാണ് മോനെ. അനുഭവങ്ങളാടെ മോനെ രഞ്ജു. നിനക്കൊക്കെ ഈ വിഷമം അനുഭവിക്കാൻ
എന്നാ യോഗ ഉണ്ടാവുക? എവൻ്റെ അമ്മ ജാതകമായിട്ട് ജോത്സ്യൻ്റെ അടുത്ത് പോകുന്ന പരിപാടി എന്ന് നിർത്തുന്നോ അന്ന് ഇവൻ്റെ കല്യാണം നടക്കും. അതെല്ലാം മക്കളോടുള്ള സ്നേഹം കൊണ്ടാടാ. എന്ത് ഇവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടിയൊന്നും അവിടെ നടക്കില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ശാലിനി വിളിച്ചിരുന്നു US-ന്ന്. ചേട്ടൻ പോരാറിഞ്ഞിരിക്കുന്നതിന്റെ ടെൻഷൻ അവൾക്കാ. ജാതകം പോലും വേണ്ടാത്ത ഒരു പെണ്ണിനെ അവൾ കണ്ടുവച്ചിട്ടുണ്ട് അത്ര. Wow, that's great news. വേറെ ആരുമില്ലടാ, നമ്മുടെ ഹസീന. ഏത് ആ പണ്ട് നമ്മളോട് കളിച്ചിട്ടുണ്ടെന്ന കൊച്ച് പെൺകൊച്ചാ? അത് തന്നെ. അവളുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ല. ഇല്ല. എന്തു പറ്റി? ഫെമിനിസവും പിന്നെ കുറെ ആദർശവും. പണവും പൊന്നുമായിട്ടേ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന എൻട്രി കിട്ടൂ എന്ന ആ ഒരു നിയമത്തോടുള്ള അവളുടെ എതിർപ്പ്. അവളിപ്പോ എന്ത് ചെയ്യുന്നു? 3ാമത്തെ PG. അടുത്ത ആഴ്ച അവളുടെ ഒരു കാവ്യസമാഹാരത്തിന്റെ പ്രകാശനമാണ്. ചുരുക്കി പറഞ്ഞ ദാമ്പത്യ സംഭവം ബഹുളമായിരിക്കും അല്ലേ? എന്നാ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? കറക്റ്റ്. വായിക്കണ്ട, ചെല്ല്. ഡാ ഡാ ഇങ്ങ് കൊണ്ടുപോകാൻ ഇത് ഏതാ മോനെ വേണ്ടത്? ദിദ് വേണ? ഏത് വേണേ ഒഴി. നീ ഈ കാര്യം അമ്മയോട് സംസാരിച്ചോ? അമ്മയ്ക്കിത് കേട്ട വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് ശാലിനിയുടെ വശം. കാരണം ഹസീന അമ്മയ്ക്ക് അത്ര ഇഷ്ടാ. ഹസീന എന്നറിഞ്ഞ അമ്മ എതിർക്കില്ല. പിന്നെ ജാതകം നോക്കാനൊന്നും അമ്മ നിൽക്കില്ല. അടിപൊളി. നീ ഹസീനെ വിളിച്ചു തന്നിട്ട്? ഈ 10-40 വയസ്സ് കഴിഞ്ഞ് എന്തോന്ന് പ്രേമവും ചുറ്റിക്കളിയൊക്കെ. എടോ, പ്രേമം ചുറ്റിക്കളി ഇല്ലെങ്കിലാ പെട്ടെന്ന് വയസ്സാവാ. നിനക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് വേണ്ടേന്ന്. ഇവൻ ഈ കാര്യത്തിലൊരു യൂണിവേഴ്സിറ്റി അല്ലേ? ഇക്കാലത്ത് ഒരാൾക്കൊരു ഉപദേശം കൊടുത്താ അത് വലിയ തെറ്റാ. ഞാനൊന്നും പറഞ്ഞില്ലേ. എത്ര എണ്ണയെന്ന് വല്ല ഓർമ്മയുണ്ടാ? നിനക്ക് ആരെ ബാധിപ്പിക്കാനാടാ? നീ എടുത്തടി. എടേ അമ്മയാണേ, ഒന്ന് ഡീസന്റ് ആവണേ. ഹായ് അമ്മേ. എന്തു പറ്റി മോനെ? കാലത്ത് വിളിക്കാനൊത്തില്ല, ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല മോനെ, ഞാൻ വെറുതെ വിളിച്ചതാ. ഇന്ന് രാവിലെ സൂസന് വിളിച്ചിരുന്നു. നിങ്ങൾ 3 പേരും അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല അമ്മേ, അവധി ദിവസം ആയതുകൊണ്ട് എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടി. പ്രിയ മോനും വന്നില്ലേ? ഇല്ലില്ല, പഴയ കളിക്കൂട്ടുകാർ 3 പേര് മാത്രം. ദാ റോയ്. ഹായ് അമ്മേ. മോനെ റോയ്. ഹായ് അമ്മേ. ഹരി. മക്കളെ, അമ്മ അറിയാതെ ഇപ്പൊ കുറെ ദുശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ. നാളേക്ക് അച്ഛൻ പോയിട്ട് 1 വർഷമാവാൻ പോണു. നാളെ നിങ്ങളുടെ ഈ ദുശീലങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം. എൻ്റെ 2 മക്കളും വിദേശത്ത്. നാളെ ശ്രാദ്ധത്തിന് ഞാൻ മാത്രമുണ്ട്. സൂസനും ഹസീനയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂസനോട് വയ്യാതെ വരണ്ട എന്ന് കുറെ പറഞ്ഞു നോക്കി. അവൾ എന്തായാലും വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ. ഞാൻ വയ്ക്കാം, പിന്നെ വിളിക്കാം. ഒറ്റയ്ക്ക് അതിന്റെ വിഷമം വല്ലാതെ എൻ്റെ അമ്മയ്ക്ക്. എല്ലാ വീട്ടിലും ഇതന്നെ സ്ഥിതി. കളിയാട്ടങ്ങൾ ഏതോ ജന്മ നിഴലാട്ടങ്ങൾ കഥകൾ മെനയുവതാരോ അണിയിച്ചൊരുക്കുവതാരോ അരങ്ങൊരുക്കുവതാരോ ഏതുമറിയാതാടിത്തിമർക്കും കളിയാട്ടങ്ങൾ ക്ഷണജന്മങ്ങൾ ഏതോ നിഴലാട്ടങ്ങൾ. നീ എന്തിനാടാ വിഷമിക്കുന്നത്?
ഇതൊക്കെ പ്രവാസത്തിൻ്റെ ഓരോ കയ്പുകളല്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. അച്ഛൻ പോയിട്ടിപ്പോൾ 1 വർഷമായെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നാളെ അമ്മ ഒറ്റയ്ക്കാക്കാൻ പാടില്ല. പിന്നെ ഞാനിപ്പോൾ പോട്ടെ. വൈകുന്നേരത്തെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഉണ്ടോ നോക്കാം. ഓഫീസിൽ 2 ദിവസത്തെ ലീവ് വിളിച്ചു പറയാം. അതെന്തായാലും നല്ല തീരുമാനമായിടാ. മക്കളോ കൊച്ചുമക്കളോ ഒന്നും അടുത്തില്ലാതെ ഒറ്റയ്ക്കല്ലേ അമ്മ. നാളെയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം. നിന്റെ സമീപ്യം എന്തായാലും അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. നമ്മൾ കുറേ പൈസയും സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം? പ്രായമാകുമ്പോൾ അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നല്ലേ ഏറ്റവും വലിയ കാര്യം. ടിക്കറ്റ് എടുക്കുന്ന പണി പ്രിയ ഏൽപ്പിക്കാം. ഇപ്പം നീ പോയി പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യുക. അവളോട് ടിക്കറ്റുമായി ഫ്ലാറ്റിന് താഴെ വരാൻ പറയാം. ശരി, ഞാനിപ്പോൾ പോട്ടെ. കാണാം. ശരിടാ. അവൻ പോകാൻ തീരുമാനിച്ചത് നന്നായി. ഏതായാലും ഈ പോക്കിൽ അവൻ്റെ കല്യാണക്കാര്യം നടന്നു കിട്ടിയ അമ്മ ഹാപ്പിയായി. പ്രിയ, എവിടെ എത്തി? താഴെ ഉണ്ടോ? ഞാൻ എന്താ വരുന്നു. ഞാൻ ലേറ്റായോ? ഏയ്, ടിക്കറ്റ് ഇല്ലേ? ആ ടിക്കറ്റ് ഉണ്ട്. പോവാൻ തീരുമാനിച്ചത് നന്നായി. നാളെ ഒറ്റയ്ക്കായാൽ അമ്മയ്ക്ക് വിഷമാവും. അതാ അമ്മ അറിയിച്ചിട്ടില്ല. ഓ റിയലി? പിന്നെ മറ്റന്നാളത്തേക്കാ റിട്ടേൺ. അത് മതി, 2 ദിവസത്തെ ലീവേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടു. ഓഹോ, അതപ്പോഴത്തേക്കും ഹരി അവിടെ അപ്ഡേറ്റ് ചെയ്തല്ലേ? ഹേയ്, ഹാ, എടാ കള്ളന്മാരെ, ഇവന്മാര് കൊള്ളാലോ. എടാ, അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള ത്രില്ലായിരുന്നു ഞാൻ. എടാ, എനിക്ക് നിങ്ങളിത് സർപ്രൈസ് തന്നെ. ഓക്കെ, നമ്മൾ 3 പേരും പോകുന്നു. പണ്ട് ഓടിക്കളിച്ചിരുന്ന ഇടങ്ങളിലേക്കും ആ കുട്ടിക്കാലത്തേക്കും ഒരു മടക്കയാണ്. Let's go. ഇവരുടെ മനസ്സിലോ കാഴ്ചയിലോ ഇപ്പോൾ നഗരമില്ല. പകരം ഇവർ കളിച്ചു വളർന്ന പുൽപ്പറമ്പുകളും ഊടുവഴികളും നെൽവയലുകളും പിന്നെ ഒരു പഴയ തറവാടും മൺമുറ്റവും അവിടെ ഒറ്റപ്പെട്ടു പോയൊരമ്മയും അവരുടെ ദുഃഖവും മാത്രം. രഞ്ജിത്തിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കുറേ നല്ല മാറ്റങ്ങളുടെ തുടക്കം കൂടിയാണ് ഈ യാത്ര.